ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഒളരി അമ്പലത്തിലെ വേലയുടെ തലേ ദിവസം ആനച്ചമയുണ്ട്, അവിടെ ആന വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കാണാൻ വേണ്ടി പോവാട്ടാ. നാളെയാണ് ശരിക്കും വേല. അപ്പോൾ ദേ കണ്ട ഞങ്ങളിങ്ങനെ നടന്നു പോയി അവിടെ എത്തി. അപ്പോൾ ആദ്യം ഒരു ആനക്കുട്ടനെ കണ്ടു. അപ്പോൾ ആളുടെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തു. ആ സമയത്ത് ദേ അപ്പുറത്തുനിന്ന് ഒരാൾ നടന്നു വരുന്നു. അപ്പോൾ അവരെ കണ്ടു. ആരവാണെങ്കിലും ഒരു ആനപ്രാന്തനാണ്. ഞാനും മോശമൊന്നല്ല കേട്ടോ, ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇത് ഒളരിക്കര കാളിദാസൻ ഉണ്ടായിരുന്ന അമ്പലമാണ്. അപ്പോൾ ഒളരിക്കര കാളിദാസനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വഴിക്കൂടൊക്കെ പോകുമ്പോഴൊക്കെ പോവാറുണ്ട് കേട്ടോ. പുറത്തു നിന്നിട്ട് അങ്ങനെ കാണാറല്ലോ. ഇതിപ്പോൾ ഇതായത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ടാണ്. അങ്ങനെ ആനയുടെ അടുത്തേക്കൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ആരവൻ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അത്രയും നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. 3 ആന ഉണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ വേലയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആൾ കുറച്ച് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ചമയ പ്രദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ അങ്ങടെ ഉള്ളിലേക്കൊന്നും അധികം കയറിയില്ല കേട്ടോ. കാരണം അവിടെ ചമയ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുള്ള് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടൊന്നും കയറിയില്ല കേട്ടോ. ഈ തിടമ്പും ഒക്കെ കണ്ടു. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് വാതിലിൻ്റെ അവിടെ നിന്നിട്ട് മാത്രം ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും മാത്രം എടുത്തുട്ടാ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം ഇരുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വേഗം വന്നിട്ട് പോണത്. ഞങ്ങൾ വന്ന സമയത്ത് കുറേ തിരക്കെന്നല്ല, എന്നാലും കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഒരു വിഗ്രഹത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ നിന്നു. അപ്പോൾ ആരവന് ഭയങ്കര ഇഷ്ടമായി അവിടെ. അപ്പോൾ ഇന്ന് ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഫോട്ടോ എടുത്തു. ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. അവൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോയൊക്കെ എടുത്തു. ആളങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ നിൽക്കാൻ കുറച്ച് മടിയുള്ള ആളായിരുന്നു. ഇപ്പോഴാണൊന്ന് ഫോട്ടോയ്ക്കൊക്കെ ഒന്ന് നിന്ന് തുടങ്ങിയത് കേട്ടോ. അതുവരെ ആൾ നിൽക്കില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് അമ്പലത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു. ഉള്ളിൽ കയറിയില്ല കേട്ടോ. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് ഇവരേനെയും കൊണ്ട് പോയതാണ് കേട്ടോ. അവൾ ആനയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ അവരുണ്ടാവില്ലേ പോകാനായിട്ട്. അപ്പോൾ അവർ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണ കാരണം കൊണ്ട് ഇന്ന് പോയി കണ്ടു. അപ്പോൾ അതേ കരിമ്പും ജ്യൂസ് മേടിച്ച് കുടിച്ചു. പിന്നെ ചില്ലി ഗോബി മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പോഴേക്ക് ലൈറ്റൊക്കെ ഇട്ടു അവിടുത്തെ. അപ്പം അങ്ങനെ അവിടുത്തെ ലൈറ്റൊക്കെ കണ്ടു. ഫുള്ള് ഒന്ന് പന്തലൊക്കെ ലൈറ്റ് ഇതൊക്കെ എടുത്ത് അമ്പലം ലൈറ്റൊക്കെ ഇട്ടതൊക്കെ ഒന്ന് നോക്കി. ഇനി ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വേഗം പോവാട്ടാം. അപ്പോൾ നല്ലൊരു വേലയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.